ഒന്ന് ചോദിച്ചോട്ടെ, ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. ഈ മാസം ഒഡീഷയിലെ നബരംപൂർ ജില്ലയിൽ കബേന ഗ്രാമത്തിൽ 13 വയസ്സുള്ള ഒരു ക്രൈസ്തവ ബാലന്റെ മൃതദേഹ സംസ്കാരം ഗ്രാമത്തിലെ പൊതുശ്മശാനത്തിൽ നടക്കുന്നതിൽ തടസ്സം നേരിട്ടതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഗ്രാമത്തിലെ ചില വിഭാഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഏറെ വൈകി സ്വകാര്യ ഭൂമിയിൽ സംസ്കാരം നടത്തുകയായിരുന്നു. ശവകുടീരത്തിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന വ്യവസ്ഥകൾ വെച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനു മുൻപ് 2026 ജനുവരിയിൽ ബാലസോർ ജില്ലയിൽ വയോധിക ക്രൈസ്തവന്റെ സംസ്കാരം ദിവസങ്ങളോളം തടസ്സപ്പെട്ടിരുന്നു. ഗ്രാമത്തിലെ ചിലർ ക്രൈസ്തവ ശവസംസ്കാര രീതിക്ക് പകരം പ്രാദേശിക പരമ്പരാഗത രീതികൾ പിന്തുടരണമെന്നാവശ്യപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ട്. 2024 ഒക്ടോബർ മുതൽ 2025 ഏപ്രിൽ വരെ കൊറാപ്പുട്ട്, മൽക്കാൻഗിരി തുടങ്ങിയ ജില്ലകളിൽ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് പൊതുശ്മശാനങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ രേഖപ്പെടുത്തി. 2025 ചില പ്രദേശങ്ങളിൽ ശവകുടീരങ്ങൾ തുറന്ന് ശവങ്ങൾ പുറത്തെടുത്തുവെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇത്തരം പ്രവൃത്തികൾ മൃതദേഹത്തെ അപമാനിക്കൽ, ശവസംസ്കാരത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ്. ഛത്തീസ്ഗഡിൽ നടന്ന സമാന സംഭവങ്ങളിൽ ഈ മാസം 18-ന് സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. ഛത്തീസ്ഗഡ് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി മറ്റുള്ളവർ നൽകിയ ഹർജിയിൽ ഗ്രാമങ്ങളിൽ സംസ്കരിച്ച ക്രൈസ്തവ ആദിവാസികളുടെ മൃതദേഹങ്ങൾ കുടുംബത്തിന്റെ സമ്മതമില്ലാതെ പുറത്തെടുത്ത് ദൂരെയുള്ള നിർദ്ദിഷ്ട ശ്മശാനങ്ങളിലേക്ക് മാറ്റുന്നതിനെതിരെ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മരണശേഷവും മനുഷ്യന്റെ മാന്യത സംരക്ഷിക്കപ്പെടണമെന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മാനവിക തത്വചിന്തയുടെ അടിസ്ഥാനമാണ്. മതത്തിന്റെ പേരിൽ സംസ്കാരാവകാശം ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതിനൊരു സാമൂഹിക മാനമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ ശവസംസ്കാര ചടങ്ങുകൾ സമാധാനപരമായി നടത്താൻ നിയമസംരക്ഷണം ഉറപ്പാക്കണം. പൊതുശ്മശാനങ്ങൾ ഒരു മതവിഭാഗത്തിനും വിവേചനാത്മകമായി നിഷേധിക്കാതിരിക്കണം. മൃതശരീരത്തെ അപമാനിക്കൽ, ശവസംസ്കാരത്തിന് തടസ്സം, മതവിദ്വേഷം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം നടപടികൾ സ്വീകരിക്കണം. ഒഡീഷയിലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആദിവാസി പ്രദേശങ്ങളിൽ ഭൂമി ഉടമസ്ഥാവകാശങ്ങളും ശ്മശാനങ്ങളുടെ ഉപയോഗ രീതികളും പാരമ്പര്യ ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. മതപരമായ മാറ്റങ്ങൾ ചിലപ്പോൾ സാമൂഹിക സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുമുണ്ട്. എന്നിരുന്നാലും ഭരണഘടനയുടെ തത്വചിന്തയിൽ സാമൂഹിക പതിവ് നിയമത്തിന് മീതെയുള്ള മേൽക്കോയ്മയ്ക്ക് അർഹത നൽകുന്നില്ല. മതനിരപേക്ഷത മതവിരുദ്ധതയല്ല, എല്ലാ മതങ്ങൾക്കും സമാനമായ അംഗീകാരം നൽകുന്ന ഭരണപരമായ നിഷ്പക്ഷതയാണ്. ഒരു മതവിഭാഗത്തിന് പൊതുസൗകര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുന്നത് ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിന് വിരുദ്ധമാകും. മരണാനന്തര മാന്യത ഒരു സമൂഹത്തിന്റെ മാനസികവും നിയമപരവുമായ പക്വതയുടെ സൂചികയാണ്. ഒരാളുടെ ജീവിതകാലത്തെ മതപരമായ വിശ്വാസവും തെരഞ്ഞെടുപ്പും മരണത്തോടെ മായുന്നില്ല. ഒഡീഷയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സംഭവങ്ങൾ ഒരു പ്രാദേശിക സാമൂഹിക പ്രശ്നമെന്നതിലുപരി ഭരണഘടനയുടെ ആത്മാവിനെ നേരിടുന്ന വെല്ലുവിളിയാണ്.